പിന്നെ അഞ്ചാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിസാമർഥ്യമാണ്. അഞ്ചാമത്തെ ക്വാളിറ്റി, അഞ്ചാമത്തെ വിത്ത്. അതിൽ ചിന്താശേഷി, അതുപോലെ അനലിറ്റിക്കൽ കപ്പാസിറ്റി, റാഷണൽ തോട്ട്സ്, ഗ്രാഹ്യത, ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള, പിന്നെ മെമ്മറി പവർ, അതുപോലെ പ്രകടനശേഷി, നമുക്ക് പഠിച്ച കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, പരീക്ഷയിലും അല്ലാതെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കഴിവ്, ഇങ്ങനെ പരന്നു കിടക്കുന്ന ബുദ്ധിസാമർഥ്യം എന്ന് പറഞ്ഞ ക്വാളിറ്റിയാണ് അഞ്ചാമത്തെ. ഇതാണ് 5 ബേസിക് സാധനങ്ങൾ. പിന്നെ ആറാമത്തെ കാര്യമാണ് സംസാരശേഷി എന്നുള്ളത്. വാക്കുകളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലുള്ള സ്ഫുടത, അതുപോലെ വ്യക്തത, കൃത്യത, വാചാലത, ഫ്ലെക്സിബിലിറ്റി, ആശയ ഗാംഭീര്യം, ഇങ്ങനെയൊക്കെയുള്ള സംസാരശേഷിയാണ് ആറാമത്തെ കപ്പാസിറ്റി. അതിൽ ആകർഷണീയമായ സംസാരം, വശ്യത. ഏഴാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, വിത്ത് എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി പറഞ്ഞാൽ പൊയറ്റിക്കായ ഒരു സൈഡുണ്ട്, ഒരു ബിസിനസ് ഏരിയ ഉണ്ട്. അഥവാ കാൽപ്പനികമായ ഒരു കവിത്വമുള്ള ഒരു അവസ്ഥ, ഒരു രചനാത്മകമായ അല്ലെങ്കിൽ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ, ഒരു കാവ്യാത്മകമായ ഒരു സാധനം, ഒരു ഭാവനാശേഷിയൊക്കെ ഉള്ള ഒരു സാധനം, അല്ലെങ്കിൽ ബിസിനസ് ഐഡിയാസ്, പ്ലാനുകൾ, പ്രൊജക്റ്റ്, ഇങ്ങനെ പോകുന്ന ഒരു ശേഷി. ഇതൊക്കെ ക്രിയേറ്റിവിറ്റിയിൽ പെടുന്നതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ പെർഫോമൻസ് ഒക്കെ ക്രിയേറ്റിവിറ്റി പെടുന്ന സാധനമാണ്.